ഇലക്ടറൽ ബോണ്ട് വിശദാംശങ്ങൾ SBI തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 മുമ്പ് വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചാൽ കോടതി അലക്ഷ്യ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇലക്ടറൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ SBI സമയം നീട്ടി ചോദിച്ചിരുന്നു. എന്നാൽ ഇത് സുപ്രീം കോടതി തള്ളി. വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകാൻ സമയം വേണം എന്നായിരുന്നു SBI വാദം. ഇലക്ടറൽ ബോണ്ട് ആര് വാങ്ങി, ആരാണ് സ്വീകരിച്ചത് എന്ന വിവരങ്ങൾ പ്രത്യേകം സമർപ്പിച്ചാൽ മതിയെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. SBI കൈമാറിയ വിവരങ്ങൾ മാർച്ച് 15 വൈകുന്നേരം 5 മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഭരണഘടന പ്രകാരമുള്ള വിവരാവകാശം, സംസാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇലക്ടറൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയത്. ഇലക്ടറൽ ബോണ്ട് പദ്ധതിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഏകകണ്ഠമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. വാങ്ങിയ എല്ലാ ഇലക്ടറൽ ബോണ്ടുകളുടെയും ഡാറ്റ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പങ്കിടാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കൂടാതെ ബോണ്ട് വാങ്ങിയ തീയതി, ബോണ്ട് വാങ്ങുന്ന വ്യക്തിയുടെ പേര്, അതിന്റെ മൂല്യം, ഇതുകൂടാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ആ ബോണ്ട് എൻക്യാഷ് ചെയ്തത് എന്നിവയെ വ്യക്തമാക്കണം. ഈ ഡാറ്റാ ബാങ്കുകളെല്ലാം 2019 ഏപ്രിൽ 12 മുതൽ വാങ്ങിയ എല്ലാ ബോണ്ടുകളുടെയും വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പങ്കിടേണ്ടതുണ്ട്. 2019 ഏപ്രിൽ 12 മുതൽ സ്വീകരിച്ചതും രാഷ്ട്രീയ പാർട്ടികൾ പണമായി മാറ്റിയതുമായ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ മാർച്ച് 6 കമ്മീഷനിൽ സമർപ്പിക്കാനാണ് കോടതി നേരത്തെ SBIക്ക് നിർദ്ദേശം നൽകിയത്. SBI നൽകുന്ന വിശദ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ മാർച്ച് 13 മുമ്പ് പ്രസിദ്ധീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ രേഖകൾ സമർപ്പിക്കാനുള്ള സമയം ജൂൺ 30 വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു SBIയുടെ ഹർജി. ഒരുപാട് രേഖകൾ പരിശോധിച്ച് മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഇത് ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ സമയം വേണമെന്നുമായിരുന്നു SBIയുടെ ഹർജിയിലെ ആവശ്യം.